Hi, good morning. Organic chemistry, some basic concepts എന്നുള്ള ചാപ്റ്ററിന്റെ തേർഡ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റിൽ ഇൻഡക്റ്റീവ് എഫക്റ്റും മീസോമെറിക് എഫക്റ്റും പിന്നെ ഏതാ ഇലക്ട്രോമെറിക് എഫക്റ്റും പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ബേക്കർ-നഥാൻ എഫക്റ്റ്. ഈ ബേക്കർ-നഥാൻ എഫക്റ്റ് എന്ന് വരാൻ കാരണം ഹൈപ്പർ കോൺജുഗേഷന്റെ സിഗ്നിഫിക്കൻസ് സ്റ്റഡി നടത്തി അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന സയന്റിസ്റ്റിന്റെ പേരാണ് ബേക്കർ-നഥാൻ. അതുകൊണ്ടാണ് ആ പേര് വന്നത്. റെസൊണൻസ് ഇപ്പം നമ്മൾ റെസൊണൻസ് എഫക്റ്റിൽ എന്തായിരുന്നു പറഞ്ഞേ? റെസൊണൻസ് ഇൻവോൾവ്സ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ആയിരുന്നു. റെസൊണൻസിൽ നമ്മൾ എന്ത് പറഞ്ഞു? പൈ ഇലക്ട്രോൺ ആണ് ലിവിങ് സിഗ്മ ബോണ്ട് അൺടച്ച്ഡ്. അവിടെ സിഗ്മ ബോണ്ടിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ, however, in some cases a sigma bond and adjacent pi bond may get involved in resonance. Such a delocalization is called hyperconjugation. സിഗ്മ ബോണ്ടും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ടൈപ്പ് റെസൊണൻസിനെയാണ്, ഡീലോക്കലൈസേഷനെയാണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പം സാധാരണ പൈ ബോണ്ടിൽ നമ്മൾ എങ്ങനെയായിരുന്നു? പൈ ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ ആണ് പറഞ്ഞത്. ഇവിടെ പൈ സിഗ്മ അല്ലെങ്കിൽ സിഗ്മ പി ഡീലോക്കലൈസേഷന് ഇലക്ട്രോണിന്റെ ചേഞ്ച് ആണ് സംഭവിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു ആൽക്കീനിന്റെ കേസിൽ നോക്കിയേ. ഈ CH2 ഡബിൾ ബോണ്ട് CH3. അപ്പോൾ ആ ഡബിൾ ബോണ്ടഡ് CHനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള CH3യിലുള്ള ഓരോ CH ബോണ്ട് പറയുമ്പോൾ സിഗ്മ ബോണ്ടിലുള്ള ഇലക്ട്രോണും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? തൊട്ടപ്പുറത്തുള്ള CC ബോണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ എന്ത് നടക്കുന്നുണ്ട്? അവിടെ ഒരു ഡബിൾ ബോണ്ട് വന്ന് അപ്പുറത്തുള്ള ഡബിൾ ബോണ്ടിലുള്ള ഇലക്ട്രോൺ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്, വിച്ച് ഇൻവോൾവ്സ് ദ സിഗ്മ ഇലക്ട്രോൺ. അപ്പം ഇതിനെയാണ്, അപ്പം നമ്മൾ ഒരു CH ബോണ്ടിൽ നിന്നുള്ള ഇലക്ട്രോൺ അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് നടക്കാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് രണ്ടെണ്ണം കൂടെ ഉണ്ട്. അപ്പം ആ ആൽക്കീനിക് കാർബണിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള 3 CH യൂണിറ്റുകളിലും ഈ നോ ബോണ്ട് റെസൊണൻസ് പോസിബിൾ ആണ്. ഇപ്പം കാർബണും ഹൈഡ്രജനും തമ്മിൽ ബോണ്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇതിനെ നോ ബോണ്ട് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പം എത്ര CH യൂണിറ്റുകളാണോ നമ്മളെ റിയാക്റ്റീവ് സൈറ്റിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അത്രയും എണ്ണം നോ ബോണ്ട് റെസൊണൻസ് പോസിബിൾ ആണ്. Stabilizing effect of the molecule. Interaction of sigma bond CH or CC with a pi network. ഒരു പൈ ബോണ്ടുമായിട്ട് സിഗ്മ ബോണ്ടിലുള്ള ഇലക്ട്രോണിന്റെ ഇന്ററാക്ഷൻ ആണ്. അപ്പൊ നമുക്കറിയാം റെസൊണൻസ് എഫക്റ്റ് നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ എത്ര റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ടോ അത്രയും മോർ ആൻഡ് മോർ സ്റ്റെബിലൈസ്ഡ് ആണ് നമ്മളെ മോളിക്യൂൾ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമുക്ക് നോ ബോണ്ട് റെസൊണൻസിന്റെ സ്ട്രക്ചേഴ്സ് എത്ര എണ്ണം പോസിബിൾ ആണോ അതിനനുസരിച്ചിട്ട് സ്റ്റെബിലൈസേഷൻ മോർ ആൻഡ് മോർ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും നമ്മുടെ മോളിക്യൂൾ. ഇപ്പം നമ്മളൊരു ആൽക്കീനിന്റെ കേസല്ലേ ഇപ്പൊ തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ അവിടെ ഒരു ഭാഗത്തൊക്കെ ഒരു CH3 ഉണ്ട്. അപ്പോൾ ഒരു CH3 പറയുമ്പോൾ 3 CH യൂണിറ്റുകൾ, 3 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്, നോ ബോണ്ട് റെസൊണൻസുകൾ പോസിബിൾ ആയിരിക്കും. ഇനി അപ്പുറത്തൊക്കെ വേറൊരു CH3 കൂടെ ഉണ്ടെങ്കിൽ അപ്പം റെസൊണൻസ് സ്ട്രക്ചേഴ്സിന്റെ എണ്ണം കൂടും. അപ്പൊ വീണ്ടും സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ നമുക്ക് അതിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Carbon possessing at least one hydrogen is attached to another carbon bearing an unshared orbital or to an unsaturated carbon. There are more than one structure. Canonical forms are possible for the molecule. This results from the overlap of the bonding electron of CH sigma bond with 2p or pi orbital of adjacent carbon atom. Pi bonded carbon atomത്തിലുള്ള pi ഓർബിറ്റലുമായിട്ടോ അല്ലെങ്കിൽ 2p ഓർബിറ്റലുമായിട്ടോ CHലുള്ള സിഗ്മ ബോണ്ടിന്റെ ഓവർലാപ്പ് ആണ്. അത് നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ C ബോണ്ട് C എന്നുള്ളിടത്ത് ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. CH ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവിടെ നോ ബോണ്ട് റെസൊണൻസ് ആണ് നമുക്കുള്ളത്. ആസ് എ റിസൾട്ട് ദ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഡസ് നോട്ട് എക്സിസ്റ്റ് എനിമോർ. അതുകൊണ്ട് തന്നെ കാർബണും ഹൈഡ്രജനും തമ്മിൽ ബോണ്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ നോ ബോണ്ട് റെസൊണൻസ് എന്നും പറയുന്നുണ്ട്. അതാണ് നോ ബോണ്ട് റെസൊണൻസ് എന്ന് പറയുന്നത്. Third pair of electrons is now bound by carbon alone and hydrogen is in its close proximity as proton. ഇപ്പം നമ്മൾ ഫിഗറിലേക്ക് നോക്കിയേ. കാർബണിന്റെ നിന്ന്
ഹൈഡ്രജനിലേക്ക് sp3ch സിഗ്മ ബോണ്ടായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. കാർബണിന്റെ p ഓർബിറ്റലുമായിട്ട് ഹൈഡ്രജന്റെ s ഓർബിറ്റല് സിഗ്മ ബോണ്ട് ഫോം ചെയ്ത്. ഇനി ആ p ഓർബിറ്റല് തൊട്ടപ്പുറത്തുള്ള കാർബൺ ആകണം. ആ കാർബണിന്റെ Mt2p ഓർബിറ്റൽ ഓഫ് കാർബണുമായിട്ടാണ് ഇന്ററാക്ഷൻ വരുന്നത്. ഓക്കെ. The negative charge developed on the carbon gets delocalized by overlap with adjacent p orbital. അപ്പോൾ ഹൈഡ്രജൻ H+ ആയിട്ട് മാറി സിയും എച്ചും തമ്മിൽ ബോണ്ട് ഇല്ല, നോ ബോണ്ട് ആയിട്ട് നിൽക്കുമ്പം ആ ഷെയർഡ് പെയറോൺ ഇലക്ട്രോൺ എവിടെ കിടക്കണം? ബോണ്ടഡ് ഇലക്ട്രോൺ കാർബണിന്റെ പുറത്താവും. അപ്പൊ ആ നെഗറ്റീവ് ചാർജ് എങ്ങോട്ട്? തൊട്ടപ്പുറത്ത് കിടക്കുന്ന കാർബണിലുള്ള p ഓർബിറ്റലുമായിട്ട് ഡീലോക്കലൈസേഷൻ നടക്കുന്നു. The electron of the sigma bond between C and H are involved in delocalization. In structure to the right, no bond between carbon and hydrogen due to migration of the sigma bond. Hence, hyperconjugation is also called no bond resonance. This does not indicate that hydrogen is completely detached from the structure. ഈ ബോണ്ട് വരക്കാതിരിക്കണോണ്ട് കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പറ്റ വിട്ടുപോയി എന്നല്ല അർത്ഥം. അവിടെയുള്ള ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവ അടുത്ത് കിടക്കന്നെയാണ്, പക്ഷേ ആ ഇലക്ട്രോണ് കാർബണിന്റെ സൈഡിലേക്കാണ്. ദിസ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ ഹൈഡ്രജൻ ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദ സ്ട്രക്ചർ ബട്ട് സം ഡിഗ്രി ഓഫ് അയണിക് ക്യാരക്ടർ. അപ്പം ഇലക്ട്രോൺസ് മുഴുവൻ കാർബണിന്റെ സൈഡിലേക്ക് പോയി ഹൈഡ്രജന്റെ പുറത്ത് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വരിക എന്ന് പറഞ്ഞാൽ അയണിക് ക്യാരക്ടർ ഉണ്ട്. And some single bond character between carbon double bond. അതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ഹൈപ്പർ കോൺജുഗേഷൻ വരച്ച് കാണിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ആൽക്കീനിൽ തന്നെ. Such an interaction is also referred to as heterovalent or sacrificial hyperconjugation. അപ്പം ഒരു ഹൈഡ്രജനിൽ നിന്ന് ആകെ ആ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഉള്ളത്, ആ ഇലക്ട്രോൺ കാർബണിന്റെ ഭാഗത്തേക്ക് കൊടുത്ത് അവിടെ ഡീലോക്കലൈസേഷൻ വരിക എന്ന് പറഞ്ഞാൽ ആ ഹൈഡ്രജൻ സാക്രിഫൈസ് ചെയ്യാണ്. സോ it is also called sacrificial hyperconjugation. This is so named because the contributing structure contain 1,2 electron bond less than the normal Lewis formula of the compound. At present there is no evidence of sacrificial hyperconjugation with neutral hydrocarbon. Effect of hyperconjugation on the chemical properties ആണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. അതിൽ സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻസ് ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആൽക്കൈൽ കാറ്റയോൺസ് ആൻഡ് ദെയർ റിലേറ്റീവ് സ്റ്റെബിലിറ്റി. ഇത് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് നിങ്ങൾ പഠിക്കുമ്പം അവിടെ പറയുന്ന കാര്യം തന്നെയാണ്. ഈ കാറ്റയോൺസും കാർബോ കാറ്റയോണും സ്റ്റെബിലിറ്റിയും ഇൻ ഹൈപ്പർ കോൺജുഗേഷൻ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത്. കാർബോ കാറ്റയോൺ ഹാസ് ആൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കാർബൺ. ദ എംപ്റ്റി p ഓർബിറ്റൽ ഓഫ് ദിസ് sp2 കാർബൺ ക്യാൻ ഓവർലാപ്പ് വിത്ത് സിഗ്മ ഓർബിറ്റൽ ഓഫ് CH ബോണ്ട് ഓഫ് അഡ്ജസന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്. This overlap permits individual electrons to help bind together 3 nucleus, 2 carbon and 1 hydrogen. അപ്പം കാർബോ കാറ്റയോൺ എന്ന് പറയുമ്പം ആ കാർബോ കാറ്റയോണിന്റെ പുറത്തൊരു കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു p ഓർബിറ്റൽ ഉണ്ട്. അപ്പൊ തൊട്ടപ്പുറത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന്റെ പുറത്ത് എത്ര CH യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ എത്ര ഡീലോക്കലൈസേഷനിൽ വരാൻ പറ്റുന്ന കോൺജുഗേഷനിലുള്ള സിഗ്മ ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നോക്കുക. അപ്പം the positive charge get dispersed over large volume of space and is stabilized. അവിടെ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആവുന്നതിനനുസരിച്ചിട്ട് ഈ കാർബോ കാറ്റയോൺ ആയിട്ടുള്ള കാർബണിന്റെ പുറത്തുള്ള പോസിറ്റീവ് ചാർജ് ആ ഹൈഡ്രജന്റെ പുറത്ത് കൂടെ ഇങ്ങനെ ഡീലോക്കലൈസ്ഡ് ആയിട്ട് വരും. ഇതേ കാണുന്നുണ്ടല്ലോ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ആ പോസിറ്റീവ് ചാർജ് ഡീലോക്കലൈസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ കാർബോ കാറ്റയോൺ ഗെറ്റ് സ്റ്റെബിലൈസ്ഡ്. അപ്പം റെസൊണൻസ് സ്ട്രക്ചേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് മോർ ആൻഡ് മോർ സ്റ്റേബിൾ ആവും. അതുകൊണ്ടാണ് കാർബോ കാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ ടെർഷ്യറി കാർബോ കാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി കാർബോ കാറ്റയോൺ വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി കാർബോ കാറ്റയോൺ വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ദാൻ മീഥൈൽ കാർബോ കാറ്റയോൺ. അപ്പം ഫസ്റ്റ് ടെർഷ്യറി കാർബോ കാറ്റയോൺ നോക്കിയേ, ഒരു കാർബണിന്റെ പുറത്ത് 3 CH3 ഗ്രൂപ്പ്. അപ്പം ഓരോ കാർബണിലും 3 CH യൂണിറ്റുകളായിട്ട് 3, 6, 9. അപ്പോൾ 9 ഹൈപ്പർ കോൺജുഗബിൾ ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പം അത്രയും റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആവും. ഇനി നോ ബോണ്ട് റെസൊണൻസുകൾ പോസിബിൾ ആവും. ഇനി അടുത്തത് സെക്കൻഡറി ആൽക്കൈൽ കാർബോ കാറ്റയോൺ നോക്കിയേ,
പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിന്റെ പുറത്ത് 6 ഹൈപ്പർ കോൺജുഗബിൾ ഹൈഡ്രജൻസ് ആണ്. അപ്പം അത്രയും നോ ബോണ്ട് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആയിരിക്കും. ഇനി പ്രൈമറി ആൽക്കൈൽ കാർബോകാറ്റയോൺ നോക്കുക. അതിന്റെ പുറത്ത് ഒരു CH3 ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പൊ അതിന് 3 ഹൈപ്പർ കോൺജുഗബിൾ ഹൈഡ്രജൻസ് ആണ്. അപ്പൊ അതിന് അത്രയും റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആവും. ഇനി മീഥൈൽ കാർബോകാറ്റയോൺ നോക്കുക. അതിന്റെ പുറത്ത് ഒറ്റ ഹൈപ്പർ കോൺജുഗബിൾ ഹൈഡ്രജൻസും ഇല്ല. അതുകൊണ്ട് സ്റ്റെബിലിറ്റി ഇൻ ഹൈപ്പർ കോൺജുഗേഷൻ വഴിയുള്ള റെസൊണൻസ് സ്ട്രക്ചേഴ്സും പോസിബിൾ അല്ല. അടുത്തത് ആൽക്കൈൽ റാഡിക്കൽസും അവയുടെ സ്റ്റെബിലിറ്റിയാണ് പറയാനുള്ളത്. അപ്പം ആൽക്കൈൽ റാഡിക്കൽ നമ്മൾ കാർബോകാറ്റയോണിന്റെ പോലെ തന്നെ കാർബണിന്റെ പുറത്തൊരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി, അതാണല്ലോ റാഡിക്കൽ, കാർബണിന്റെ പുറത്തൊരു റാഡിക്കല്. അപ്പം അവിടെ കാർബോകാറ്റയോണിൽ പറഞ്ഞ പോലെ തന്നെ ആ ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഡീലോക്കലൈസേഷൻ ഓവർ CH സിഗ്മ ബോണ്ട് പോസിബിൾ ആവും. അപ്പൊ എന്താണ്, അത്രയും റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആവുന്നതിനനുസരിച്ചിട്ട് ആ ഇന്റർമീഡിയറ്റ് എന്താവും, സ്റ്റേബിൾ ആയി മാറും. The order of stability depends on the extent of delocalization. The greater the delocalization, the more is the stability. അപ്പം നോ ബോണ്ട് റെസൊണൻസിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഡീലോക്കലൈസേഷൻ ഗ്രേറ്റർ ആവും, സ്റ്റെബിലിറ്റി ഗ്രേറ്റർ ആവും. അതുകൊണ്ട് തന്നെ ടെർഷ്യറി ആൽക്കൈൽ റാഡിക്കൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി, വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി ആൽക്കൈൽ റാഡിക്കൽ, വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ദാൻ മീഥൈൽ റാഡിക്കൽ. നെക്സ്റ്റ് പറയാനുള്ളതാണ് ആൽക്കീൻസ് ആൻഡ് ദെയർ സ്റ്റെബിലിറ്റി. ഓവർലാപ്പ് ഓഫ് സിഗ്മ ഓർബിറ്റൽ ഓഫ് CH ബോണ്ട് വിത്ത് പൈ ഓർബിറ്റൽ ഓഫ് അഡ്ജസൻറ്റ് CC ഡബിൾ ബോണ്ട് ഗിവ് റൈസ് ടു കാനോണിക്കൽ സ്ട്രക്ചേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. CH സിഗ്മ ബോണ്ടിലുള്ള സിഗ്മ ഇലക്ട്രോൺ തൊട്ടടുത്ത് കിടക്കുന്ന കാർബണിലുള്ള പൈ ബോണ്ടുമായിട്ടാണ് ഡീലോക്കലൈസേഷൻ. അപ്പോൾ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് occurs over 3 nuclei and thus stabilize these alkene. ആ p ഓർബിറ്റലുമായിട്ട് ഡീലോക്കലൈസേഷൻ വരും. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കാർബൺ അത് അവിടെ എന്താണ്, ഡബിൾ ബോണ്ടഡ് ആണ്. അവിടെയുള്ള പൈ ഓർബിറ്റലുമായിട്ടും ഡീലോക്കലൈസേഷൻ പോസിബിൾ ആവും. A CH possesses partial ionic character and its electrons get delocalized into the adjacent pi system. More the substituent, more is the opportunity for hyperconjugation and more stable is the alkene. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമുക്ക് പോസിബിൾ ആണോ അത്രയും ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, മോർ സ്റ്റേബിൾ ആയിരിക്കും. അപ്പം CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുമ്പം അവിടെ ഹൈപ്പർ കോൺജുഗബിൾ ഹൈഡ്രജൻസിന്റെ എണ്ണം 3 ആണ്. അപ്പം 3 സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, റെസൊണൻസ് സ്ട്രക്ചേഴ്സ് 3 ഉണ്ടാവും. ഇനി ഇവിടെ പല ടൈപ്പ് ആൽക്കീൻസ് എന്നതാണ്. ഇപ്പം CH3 സിമ്പിൾ ആൽക്കീൻ ആയിട്ടുള്ള CH2 ഡബിൾ ബോണ്ട് CH2 ആകുമ്പോൾ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗബിൾ ഹൈഡ്രജൻ എന്താണ്, 0 ആണ്. പിന്നെ നമ്മൾ സാധാരണ എക്സ്പ്ലെയിൻ ചെയ്ത CH3 CH ഡബിൾ ബോണ്ട് CH2 3 ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ CH3 ട്വൈസ് C ഡബിൾ ബോണ്ട് CH2 അതേപോലെ തന്നെയാണ് CH3 CH ഡബിൾ ബോണ്ട് CH3. ഇതിൽ 2 ആൽക്കീനിലും 6 ഹൈപ്പർ കോൺജുഗബിൾ ഹൈഡ്രജൻസ് ആണ്. അപ്പം അത്രയും റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആവും. അപ്പം എന്താണ്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻ ബിക്കോസ് ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗബിൾ ഹൈഡ്രജൻസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ നോ ബോണ്ട് റെസൊണൻസുകളുടെ എണ്ണം കൂടും, അതിനനുസരിച്ചിട്ട് സ്റ്റെബിലിറ്റി കൂടും. അപ്പം ഈ ടേബിളിൽ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് പോകും തോറും ഹൈപ്പർ കോൺജുഗബിൾ ഹൈഡ്രജൻസിന്റെ എണ്ണം കൂടും, അതിനനുസരിച്ചിട്ട് ആൽക്കീനിന്റെ സ്റ്റെബിലിറ്റിയും കൂടും. അപ്പം ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള CH3 ട്വൈസ് C ഡബിൾ ബോണ്ട് CH3 ട്വൈസ് എന്ന് പറയുന്ന 12 ഹൈപ്പർ കോൺജുഗബിൾ ഹൈഡ്രജൻസ് ഉള്ള ആൽക്കീനാണ്. അങ്ങനെ മേലേക്ക് വരുംതോറും സ്റ്റെബിലിറ്റി കുറയും. സ്റ്റെറിക് എഫക്റ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. സ്റ്റെറിക് എഫക്റ്റ്. സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ to the influence of the spatial configuration of molecules upon their stability and properties as well as their rate of reaction. അപ്പം സാധാരണയായിട്ട് നമ്മൾ സ്റ്റെറിക് attraction occurs when molecules have shapes or geometries that interact with another one. ഇപ്പം തൊട്ടടുത്ത് ഇപ്പം ഒരു മോളിക്യൂളിനകത്ത് തൊട്ടടുത്ത് തന്നെ സ്പേഷ്യൽ ക്രൗഡിങ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് സാധാരണയായിട്ട് സ്റ്റെറിക് എഫക്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്.
അപ്പം അത് സ്റ്റെറിക് ഹിൻഡ്രൻസ് വന്നു കഴിഞ്ഞാൽ അത് ആ മോളിക്യൂളിന്റെ റിയാക്ഷന്റെ റേറ്റിനെയും അതിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് സ്റ്റെറിക് എഫക്റ്റ് എന്ന് ഇല്യൂസ്ട്രേറ്റ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് സ്റ്റെബിലിറ്റി ഓഫ് സിസ് ആൻഡ് ട്രാൻസ് ബ്യൂട്ടീൻ ആണ്. അപ്പം ബ്യൂട്ടീന്റെ സിസ് ആൻഡ് ട്രാൻസ് ഐസോമേഴ്സ് ആണ് ഈ വരച്ചിട്ടുള്ളത്. സിസ് ടു ബ്യൂട്ടീന്റെ കേസിലേക്ക് നോക്കിയേ, ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ ഒരു സൈഡിലാണ് രണ്ട് CH3 ഗ്രൂപ്പുകളും എന്ന് പറഞ്ഞാൽ രണ്ട് CH3 ഗ്രൂപ്പും അടുത്തടുത്താണ്. സിസ് ടു ബ്യൂട്ടീനിൽ 2 ബൾക്കി മീഥൈൽ ഗ്രൂപ്പ്സ് ആർ ഓൺ ദ സെയിം സൈഡ് of the double bond and being close to each other they cause spatial crowding. അവിടെ ഒരു crowding ഉണ്ടാവും കാരണം രണ്ട് CH3 ഗ്രൂപ്പും ഒരേ സൈഡിൽ നിൽക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ബ്യൂട്ടീൻ എന്താ, രണ്ട് മീഥൈൽ ഗ്രൂപ്പുകളും രണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അവ തമ്മിൽ യാതൊരുവിധ കണ്ടുമുട്ടലും ഇല്ല. അപ്പൊ എന്താ, വെൽ സെപ്പറേറ്റഡ് ആയതുകൊണ്ട് ദർ ഈസ് നോ ക്രൗഡിങ്. അപ്പൊ ഈ സിസ് ടു ബ്യൂട്ടീനിൽ രണ്ട് CH3 ഗ്രൂപ്പുകൾ അടുത്തടുത്തായതുകൊണ്ട് അവിടെ ക്രൗഡിങ് ഉണ്ട്, സഫേഴ്സ് സ്റ്റെറിക് സ്ട്രെയിൻ ആൻഡ് ഇറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ. അതേസമയം ട്രാൻസ് ടു ബ്യൂട്ടീനിൽ രണ്ട് മീഥൈൽ ഗ്രൂപ്പുകളും അകലെ നിൽക്കുന്നത് കൊണ്ട് അവിടെ സ്റ്റെറിക് സ്ട്രെയിൻ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സിസ് ബ്യൂട്ടീൻ ആണ് ലെസ് സ്റ്റേബിൾ. ട്രാൻസ് ബ്യൂട്ടീൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സിസ് ബ്യൂട്ടീൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റെബിലിറ്റി ഓഫ് ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ മോളിക്യൂളിന് ഒരുപാട് കൺഫർമേഷൻസ് പോസിബിൾ ആണ്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ്, ആന്റി സ്റ്റാഗേർഡ്, ഗോഷ്, ഇങ്ങനെ കുറെ കൺഫർമേഷൻസ് പോസിബിൾ ആണ്. അപ്പം ഫുള്ളി എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള മോളിക്യൂളിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ അടുത്ത മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടോ, 4 കാർബണിലുള്ളതിൽ നടുവിലുള്ള 2 കാർബണിൽ ബാക്കിലെ കാർബണിന്റെ CH3യുടെ തൊട്ട് മുമ്പിലായിട്ടാണ് മുമ്പത്തെ കാർബണുമുള്ള CH3 ഗ്രൂപ്പ് നിൽക്കുന്നത്. അങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഫുള്ളി എക്ലിപ്സ്ഡ് എന്ന് പറയുക. അപ്പൊ അവിടെ CH3 ഗ്രൂപ്പ് രണ്ട് മുമ്പിലും ബാക്കിലുള്ള CH3 ഗ്രൂപ്പുകൾ അടുത്തടുത്തായിരിക്കും ഈ ഫുള്ളി എക്ലിപ്സ്ഡ്. methyl groups are close and steric repulsion is present. അല്ലെ, അവിടെ അപ്പോൾ steric repulsion ഉണ്ടാവും ആ രണ്ട് CH3 അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട്. പിന്നെയുള്ള ഒരു കൺഫർമേഷൻ ആണ് ആന്റി സ്റ്റാഗേർഡ്. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള കാർബൺ ബാക്കിലുള്ള കാർബണിന്റെ CH3H ബോണ്ടിന്റെ ഇടയിലാണ് ഫ്രണ്ടിലുള്ള കാർബണിന്റെ CH3O H ഒക്കെ വരുന്നത്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ സ്റ്റാഗേർഡ് എന്ന് പറയുക. അതിൽ തന്നെ രണ്ട് CH3 ഗ്രൂപ്പുകളും ഓപ്പോസിറ്റ് ആയിട്ട് ആന്റി ആയിട്ട് വരുന്നതിനെയാണ് ആന്റി സ്റ്റാഗേർഡ് എന്ന് പറയുക. അപ്പൊ ആന്റി സ്റ്റാഗേർഡ് സ്ട്രക്ചറിലായിരിക്കും രണ്ട് ഫ്രണ്ടിലും ബാക്കിലുള്ള മീഥൈൽ ഗ്രൂപ്പുകൾ ഫാർ അപ്പാർട്ട് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അവിടെ എന്താണ്, ദർ ഈസ് നോ സ്റ്റെറിക് റിപ്പൾഷൻ. അപ്പൊ നമ്മൾ ബ്യൂട്ടൈനിന്റെ കൺഫർമേഷൻസിന്റെ സ്റ്റെബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്റി സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആയിരിക്കും മോർ സ്റ്റേബിൾ ബിക്കോസ് ദർ ഈസ് നോ സ്റ്റെറിക് റിപ്പൾഷൻ. അതേസമയം ഫുള്ളി എക്ലിപ്സ്ഡ് സ്ട്രക്ചർ ആയിരിക്കും ലെസ് സ്റ്റേബിൾ ബിക്കോസ് ദർ ഈസ് more and more steric repulsion because and the methyl groups are close to each other. നെക്സ്റ്റ് നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ബേസിസിറ്റി ഓഫ് ആൽക്കൈൽ അമീൻസ് ആണ്. അപ്പം സാധാരണയായിട്ട് ആൽക്കൈൽ അമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇലക്ട്രോൺ റിലീസിങ് കപ്പാസിറ്റി അല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ ബേസിസിറ്റി ഓഫ് ആൽക്കൈൽ അമീൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഡൈമീഥൈൽ അമീനും മീഥൈൽ അമീനും ട്രൈമീഥൈൽ അമീനും. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അപ്പൊ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് നൈട്രജനിലേക്ക് മോർ ആൻഡ് മോർ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യും. അപ്പം നമ്പർ ഓഫ് മീഥൈൽ ഗ്രൂപ്പ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അമീനിന്റെ ബേസിസിറ്റി കൂടി വരും. അപ്പം ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും എങ്ങനെ വരണ്ടേ, ട്രൈമീഥൈൽ അമീൻ ആണ് മോർ ബേസിക് ആയിട്ട് വരേണ്ടത്, പിന്നെ ഡൈമീഥൈൽ അമീൻ വരണം, പിന്നെ വരുന്നതാണ് ഏറ്റവും ലീസ്റ്റ് വരേണ്ടതാണ് മീഥൈൽ അമീൻ. പക്ഷേ ഇതിന്റെ യൂഷ്വൽ ഓർഡർ ഓഫ് ബേസിസിറ്റി നോക്കിയപ്പം അങ്ങനെയല്ല വരുന്നത്. ഡൈമീഥൈൽ അമീനാണ് മോർ ബേസിക്, പിന്നെ മീഥൈൽ അമീൻ, ഏറ്റവും ലീസ്റ്റ് ആണ് ട്രൈമീഥൈൽ അമീൻ വരുന്നത്. ഇനി ഈ ലോവർ ബേസിസിറ്റിക്ക് കാരണം ഈസ് ഡ്യൂ ടു ദ
steric effect of 3-methyl group which partially hinders the approach of the proton and also hinders the stabilization of the resulting trimethyl ammonium ion through solvation. അപ്പം 3 മീഥൈൽ ഗ്രൂപ്പ് ഒരു നൈട്രജന്റെ പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും സ്റ്റെറിക് എഫക്റ്റ് ആണ്. അത് കാരണം കൊണ്ടാണ് ട്രൈമീഥൈൽ അമീനില് ലീസ്റ്റ് ബേസിക് ആയത് എന്നാണ് പറയുന്നത്. നമുക്ക് പറയാനുള്ളത് അസിഡിറ്റി ഓഫ് ബെൻസോയിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡും വരുമ്പം അതിന്റെ അസിഡിറ്റി എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പം സിംപ്ലി ബെൻസോയിക് ആസിഡ് നോക്കുക. ബെൻസോയിക് ആസിഡിന്റെ ബെൻസോയേറ്റ് അയോൺ ആണ് അതിന്റെ കോൺജുഗേറ്റ് ബേസ്. അതേസമയം 2,6-ഡൈതേർഡ് ബ്യൂട്ടൈൽ ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COOH പൊസിഷനുള്ള ബെൻസീൻ റിങ്ങിന്റെ ഓർത്തോ പൊസിഷൻസ് രണ്ടും ബ്ലോക്ക്ഡ് ആണ്. അപ്പൊ എന്താണ് അവിടെ ഒരു വലിയൊരു സ്റ്റെറിക് ക്രൗഡിംഗ് ആണ് വരുന്നത്. വലിയ ഗ്രൂപ്പാണ്. തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്നാണ് നോക്കുന്നത്. Acidity of carboxylic acid is found considerably decreased by the presence of bulky group in its molecule as they cause their steric hindrance to the stabilization of the carboxylate ion through solvation. അപ്പോൾ കാർബോക്സിലേറ്റ് അയോൺ ബെൻസോയിക് ആസിഡിന്റെ ബെൻസോയേറ്റ് അയോണും അതേപോലെ 2,6-ഡൈതേർഡ് ബെൻസോയിക് ആസിഡിന്റെ 2,6-ഡൈതേർഡ് ബെൻസോയേറ്റ് അയോണും ഇതിന്റെ രണ്ടിന്റെയും സ്റ്റെബിലിറ്റി നോക്കുമ്പം benzoic acid is more stable. Benzoic acid in the benzoate ion is more stable than substituted benzoate through solvation. അപ്പോൾ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുക, ആസിഡിന്റെ അസിഡിറ്റി ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡിന്റെ ബെൻസോയേറ്റ് അയോൺ ലെസ് സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡിന്റെ അസിഡിറ്റി ഈസ് ലെസ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ അസിഡിറ്റി ലെസ് ആവാനുള്ള കാരണം എന്താണ്? സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ സ്റ്റെറിക് എഫക്റ്റ് എങ്ങനെയാണ് റിയാക്ഷന്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു പോയിന്റ് ആണ്. അതിന് 2 എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ നോക്കിയേ. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് എസ്റ്ററിഫിക്കേഷൻ അസറ്റിക് ആസിഡും ഈഥൈൽ ആൽക്കഹോളും വെച്ച് എസ്റ്ററിഫിക്കേഷൻ നടന്നാൽ നമുക്ക് പെട്ടെന്നൊരു ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ഫോം ചെയ്യിക്കാൻ പറ്റും ഇൻ പ്രസൻസ് ഓഫ് എനി ആസിഡ്. പക്ഷേ വിത്ത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ ആൽഫ കാർബൺ ഓഫ് ദ ആസിഡ് എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡിന്റെ പുറത്ത് CH3 ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പാണുള്ളത്. അവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം ആൽഫ കാർബണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എസ്റ്ററിഫിക്കേഷൻ മോർ ആൻഡ് മോർ ഡിഫിക്കൽട്ട് ആവും. അത് ഡിഫിക്കൽട്ട് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നമ്മൾ അസറ്റിക് ആസിഡിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് വരും. അപ്പൊ നമ്മളെ റിയേജന്റിന് COOHന്റെ അടുത്തേക്ക് ആൽക്കഹോൾ അപ്രോച്ച് ചെയ്യണ്ടേ, ആ അപ്രോച്ചിങ് ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അസറ്റിക് ആസിഡിനാണ് എസ്റ്ററിഫിക്കേഷന്റെ റേറ്റ് ഏറ്റവും കൂടുതൽ. പിന്നെ ഏതാണ് CH3 CH2 COOHന് അങ്ങനെ കാർബണിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് എസ്റ്ററിഫിക്കേഷന്റെ റേറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡും എഥനോളും റിഫ്ലക്സ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് H+ നമുക്ക് ഈഥൈൽ ബെൻസോയേറ്റ്, അതും ഒരു എസ്റ്ററിഫിക്കേഷൻ തന്നെയാണ്. എസ്റ്ററിഫിക്കേഷൻ ഈസിയാണ്. അതേസമയം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ് എക്സാമ്പിൾ ആയിട്ട് 2,4,6-trimethyl benzoic acid is not esterified even when it is heated under reflux with ethanol for a very long time. അപ്പം 2,4,6-trimethyl benzoic acid യൂസ് ചെയ്യുമ്പം അതിന് എസ്റ്ററിഫിക്കേഷൻ ഒരു രീതിയിലും നമുക്ക് പോസിബിൾ ആവുന്നില്ല. അതിന്റെ കാരണം എന്താണ്? COOHന്റെ അടുത്ത് 2 CH3 ഗ്രൂപ്പുകൾ വന്ന് അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് വരുന്നതുകൊണ്ട് അങ്ങോട്ട് റിയേജന്റിന് അപ്രോച്ച് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് അവിടെ എന്ത് നടക്കാത്തത്, എസ്റ്ററിഫിക്കേഷൻ നടക്കാത്തത്. ഓക്കെ, തൽക്കാലം നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. ഇതിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ തുടരാം. ഓക്കെ, താങ്ക് യു.